വാർത്തകളിലേക്ക്. എറണാകുളം പറവൂരിൽ സൈബർ ആക്രമണത്തിനിരയായെന്ന CPIM നേതാവ് KJ ഷൈൻ ടീച്ചറിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മുഖ്യമന്ത്രിക്കും DGPക്കും ഷൈൻ ടീച്ചർ നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ആലുവ റൂറൽ സൈബർ പോലീസ് വീട്ടിലെത്തി ഷൈനിന്റെ മൊഴി രേഖപ്പെടുത്തി. സൈബർ ആക്രമണത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് KJ ഷൈൻ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. ഇതിന് പിന്നാലെയാണ് ആലുവ സൈബർ പോലീസ് കേസെടുത്തത്. അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനൽ, പത്രം, 5 കോൺഗ്രസ് അനുകൂല പോർട്ടലുകൾ, കോൺഗ്രസ് പ്രാദേശിക നേതാവ് ഗോപാലകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് കേസ്. സമൂഹമാധ്യമത്തിലൂടെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, IT ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. കേസെടുത്തതിന് പിന്നാലെ ഷൈനിന്റെ പറവൂരിലെ വീട്ടിലെത്തി സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. വനിതാ പോലീസിന്റെ സാന്നിധ്യത്തിൽ 1 മണിക്കൂറോളം സമയമെടുത്താണ് മൊഴി രേഖപ്പെടുത്തിയത്. തനിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയവരുടെ വിവരങ്ങൾ ഷൈൻ പോലീസിന് നൽകി. സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപ ലിങ്കുകൾ ഉൾപ്പെടെ തെളിവുകളായി നൽകിയിട്ടുണ്ട്. അപവാദ പ്രചരണവും സൈബർ ആക്രമണവും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അറിവോടെയാണെന്നാണ് KJ ഷൈന്റെ ആരോപണം. 2-3 ദിവസത്തിന് മുൻപ് 11-ാം തീയതിയാണെന്നാണ് ഓർക്കുന്നത്, ഒരു പൊതുവേദിയിൽ വെച്ച് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ ഇവിടുത്തെ ഒരു പ്രാദേശിക നേതാവ്, അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തിരുന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു പൊതുവേദിയിൽ ഇരിക്കുകയാണ്, ടീച്ചറെ ഒരു ബോംബ് വരുന്നുണ്ട് കേട്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല ഒരു ധൈര്യമായിട്ട് ഇരുന്നോളണം, എന്ത് കേട്ടാലും വിഷമിക്കരുത്, ഒരു ബോംബ് വരുന്നുണ്ട്, ടീച്ചറെയും ഒരു MLAയും കൂട്ടി മോശമായി ഒരു സാധനം വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഹൂ കെയേഴ്സ്. എന്നാൽ തന്റെ നേരെയല്ല ആരോപണം ഉന്നയിക്കേണ്ടതെന്നും വേണമെങ്കിൽ CPIM ഇക്കാര്യം അന്വേഷിക്കട്ടെയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. ഇതുപോലത്തെ ഏത് കേസ് ഉണ്ടായാലും എന്റെ നെഞ്ചത്തോട്ട് കയറുന്ന എന്തിനാ? ആരെവിടെ ഈ കേസ് ഇങ്ങനത്തെ കേസ് ഉണ്ടായാലും പ്രതിപക്ഷ നേതാവിന് എന്റെ വീട്ടിലേക്ക് മാർച്ച് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഇതെങ്ങനെയാണ് ഈ വാർത്ത പുറത്തു പോയതെന്ന് CPM അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. ഏത് യൂട്യൂബ് ചാനലിലാണ് ആദ്യം ഇത് വന്ന്? നിങ്ങൾ അന്വേഷിക്കുക. പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ പേര് ഷൈൻ ടീച്ചർ പുറത്തു പറയട്ടെയെന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. തെളിവില്ലാത്ത ആരോപണങ്ങൾ സൈബർ ഇടങ്ങളിൽ പങ്കുവയ്ക്കുന്നത് ശരിയല്ലെന്നും പാർട്ടിയിൽ ചുമതലയുള്ളവർ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നിർദ്ദേശം നൽകുമെന്നും ഷിയാസ് വ്യക്തമാക്കി. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവില്ലാതെ നമ്മൾ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉന്നയിക്കാൻ സാധിക്കുക? അപ്പോൾ ആ തെളിവില്ലാത്ത കാര്യം നിരന്തരം പറഞ്ഞ് അത് പിന്നീട് ഒരു പത്രത്തിൽ വാർത്തയായി വന്നു. ആ വിഷയമാണ് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചയായത്. സാമൂഹ്യ മാധ്യമങ്ങൾ ആർക്കാണ് നിയന്ത്രിക്കാൻ സാധിക്കുക? ഇത് CPMന്റെ അധികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഉണ്ടായ അവരുടെ ഇടയിലുള്ള പ്രശ്നമാണ്. അത് അവർക്ക് നന്നായി അറിയാം. അച്ചടക്കം പാലിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആരുടെയും മെക്കിട്ട് കയറാനുള്ള ഒരു ഉപകരണമല്ല. സൈബർ ആക്രമണം നേരിട്ട MLAയുടെയും മൊഴിയെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കാനും സാധ്യതയുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.